ജീവിതത്തിന്റെ അവസാനത്തിന് പോരാട്ടം ആയിരിക്കും. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോരാടി. അതിനകത്ത് പൗലോസ് പറഞ്ഞു, എന്റെ ജീവിതം എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു, 80 വയസ്സാണോ, 80 വയസ്സ് വരെ ഞാൻ പോരാടിയത്. അവർ പൗലോസ് മരിക്കുന്നതിന് പറയുന്നൊരു വേടാണ്, ഞാൻ നല്ല പോരാടി. എന്റെ വിശ്വാസം ഞാൻ കാത്തു, ഓട്ടം തികച്ചു. ഇപ്പോൾ നീതിയുടെ കിരീടം പറയും, നീതിയുടെ വാടാത്ത കിരീടത്തിന്റെ പേരിൽ കിരീടം വേണോ? പോരാട്ടത്തിന് റെഡിയായിക്കോ. പോരാട്ടം മതിയെന്ന് പറയരുത്. പോരാട്ടം വരുമ്പോൾ നിനക്ക് പ്രമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിനക്കൊരു പോരാട്ടമുണ്ടോ? നീ അതിൽ നിന്ന് ക്ലാർക്കാവും. ക്ലാർക്കാവുന്ന ഒരു പോരാട്ടമുണ്ടോ? അതിൽ നിന്ന് നിനക്ക് മാനേജർ പദവിയിലെത്തും. പിന്നെ നീ ഒരു ഓണർഷിപ്പിലായിരിക്കും. ബ്രേക്കലോ കടലിൽ നിന്ന് സ്വന്തം ചിലക്ക് എന്ന് കേൾക്കണം. നിന്നെ നിൽക്കുന്ന അഭിഷേകം അത് പ്രമോഷന്റെ അഭിഷേകമാണ്. അത് പോരാട്ടത്തിന്റെ അഭിഷേകമാണ്. നീ പോരാടും, നീ തോൽക്കുകയില്ല. നീ ജയിക്കുന്നതിനെ ഒരു മിത്രയില് ഒരു കൊട്ടാരം അതിനകത്തൊരു പദ പോലും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇസ്രായേലിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ജാതിയെ വേദപുസ്തകത്തിൽ അറിയപ്പെടുന്നതായിട്ട് തോന്നുന്നു. ദൈവം തെരഞ്ഞെടുത്ത ജാതി ഇന്നും ലോകത്തിനൊരു ഭീഷണിയാണ്. ലലിയ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തെ ഓർത്ത് ഇന്നും സകല ലോകവും ഭയപ്പെടുന്ന കാരണം ദൈവം തെരഞ്ഞെടുത്തതുകൊണ്ട്. രാത്രി ഞാൻ പറയുന്നു, ദൈവത്തിന്റെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? നിന്നെ കണ്ട് ശത്രു ഭയന്ന് പറഞ്ഞു. നിന്റെ ചെറുപ്പമല്ല നോക്കുന്നത്, നിന്റെ പേരിൽ അഭിഷേകമാണ്. നീ നിന്റെ ശരീരത്തെ നോക്കി ഞാൻ വലിപ്പം പറഞ്ഞതെന്ന് നിന്റെ ബുദ്ധി പറയുമ്പോൾ, എനിക്ക് ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ ആ പറയും എനിക്ക് പറ്റും. ആയിട്ടുണ്ട്. ഞാൻ അത് ചെയ്യും. ബ്രേക്കലോ ഞാൻ അത് ചെയ്യും. ബ്രേക്കലോ നീ ചിന്താതിരുന്നത്. ഒരു തവണ ഞാൻ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടു. ഇങ്ങനെ ഞാൻ മേൽക്കുന്ന ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹൂദന്മാരുടെ വായിൽ നിന്നവരെ കണ്ടു. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാണ് നിനക്കെതിരെ വരുന്ന ശത്രുവിനെ കടക്കുന്നത്. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ് നിനക്കെതിരെ വരുന്ന ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത്. മനസ്സിലായോ? നിനക്കല്ല ഇമ്പോർട്ടൻറ്റ്. പഠിച്ചിട്ടുള്ളതല്ല, ടോമിക് തോമസ് എന്നല്ല, പ്രവർത്തനല്ല, ബിരുദനല്ല. ആമേ ഇമ്പോർട്ടൻറ്റ് അവരുടെ വ്യാപരിക്കുന്ന ശക്തിക്കാണ്. ഹല്ലേലൂയ. അവരുടെ ശരീരത്തിന്റെ വലിപ്പത്തിനല്ല, പൊക്കത്തിനല്ല. ഹല്ലേലൂയ. മനസ്സിലായോ? പറയാം. അതുകൊണ്ട് നിന്റെ പേരിന്റെ ശക്തി അവർ പുറപ്പെട്ടു വരുന്നു. വ്യാപരിക്കുന്നത് അത് വലുതായി വലുതായി വരട്ടെ. ഇവിടെ ബാലസിംഹങ്ങൾ നമ്മളെല്ലാം യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ മക്കളാണ്. പല ദൈവദാസന്മാരെ പ്രസംഗിക്കപ്പെടുന്നത് എനിക്ക് ദൈവമാവ് കേട്ടനാളുകൾക്കെന്ന വെളിപ്പാടാണ്. ഈ തലമുറയിൽ കർത്താവ് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിന്റെ ചിന്തയടിസ്ഥാനത്തിൽ ഈ തലമുറ ബാലസിംഹങ്ങളാണ്. സംഗീതങ്ങൾ പഠിപ്പിക്കുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതിരിക്കുന്നത് കണ്ടിട്ടില്ല, അവർ ഇരയെ പിടിച്ചു. അതിനർത്ഥം ബാലസിംഹങ്ങൾ എപ്പോഴും